നിർമ്മാണ മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് നിർമ്മാണ തൊഴിലാളി സംയുക്ത സമരസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ജില്ലയിലെ ഡാമുകളിൽ നിന്നും സ്വരൂപിക്കുന്ന മണൽ ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. വാളയാർ, ചുള്ളിയാർ ഡാമുകളിൽ നിന്നും എടുക്കുന്ന മണൽ പൂർണ്ണമായും തമിഴ്നാട്ടിലേക്കും എറണാകുളം, കോട്ടയം ജില്ലകളിലേക്കുമാണ് കൊണ്ടുപോകുന്നത്. ഇതിന് പരിഹാരമുണ്ടാക്കണം. ഇതിനു പുറമെ മറ്റ് ഡാമുകളിലെ മണൽ സംഭരിക്കാനും സംവിധാനമൊരുക്കണം. ജില്ലയിൽ പ്രവർത്തിച്ചു വരുന്ന ചെറുകിട ക്വാറികൾ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. നിരവധി തൊഴിലാളി കുടുംബങ്ങളെ പട്ടിണിയിലാക്കുന്ന ഈ നടപടി പിൻവലിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. തമിഴ്നാട്ടിൽ നിന്നും പാറ പൊട്ടിച്ച് ചിറ്റൂർ മേഖലകളിൽ സൂക്ഷിച്ച ശേഷം വിൽപ്പന നടത്തുന്ന കരിങ്കൽ ഉൽപ്പന്നങ്ങളിലൂടെ സർക്കാരിന് ഒരു നേട്ടവും ഉണ്ടാവുന്നില്ല. നിർമ്മാണ തൊഴിലാളികൾക്ക് തൊഴിലോ വരുമാനമോ ലഭിക്കാത്ത ഇത്തരം ക്വാറികൾ അടച്ചുപൂട്ടണം. സർക്കാർ കർശനമായ നടപടികൾ സ്വീകരിക്കാത്തതുകൊണ്ടാണ് നിർമ്മാണ മേഖലയിൽ ഇന്നുണ്ടായിരുന്ന പ്രതിസന്ധിക്ക് കാരണമെന്ന് പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻസ് വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ട്രഷറർ ടി.കെ. അച്യുതൻ പറഞ്ഞു. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇല്ലാത്ത ക്വാറികളൊക്കെ പ്രവർത്തിക്കണം. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇല്ലാത്ത മേഖലകളിൽ ഇപ്പോൾ ഉദാഹരണത്തിന് പറയാം, ഈ കൊല്ലങ്കോട് മേഖല, കുഴലമന്നം മേഖല, ആലത്തൂർ മേഖല, ഇവിടെയൊക്കെ ഏതാണ്ട് 100-ൽ പരം ചെറുകിട ക്വാറികൾ പ്രവർത്തിച്ചിരുന്നു. അതിൽ കൂടുതൽ തൊഴിലാളികളൊന്നുമില്ല. ഭാര്യ, ഭർത്താവ്, 1-2 പണിക്കാരും ഉണ്ടാവും. അല്ലാതെ വലിയ തൊഴിലാളികളൊന്നും ഉണ്ടാവില്ല. ചെറിയ രീതിയിൽ അവർ തന്നെ കുഴിയടിച്ച്, യന്ത്രവൽകൃതമായ കുഴികളടിക്കലല്ല, അവർ തന്നെ കുഴിയടിച്ച് പാറ പൊട്ടിച്ച് അവരുടെ ജീവിത ചെലവിനാവശ്യമായ കൂലി കിട്ടാവുന്ന രൂപത്തിൽ പാറ പൊട്ടിച്ച് അത് മാർക്കറ്റ് ചെയ്യുന്ന സംവിധാനമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും നല്ല കരിങ്കല്ല് കിട്ടുന്ന മേഖല ഈ കുടലമന്നം, കൊല്ലങ്കോട്, ആലത്തൂർ മേഖലയിലെ കരിങ്കല്ലാണ്. ചെതലി മേഖലയിലെ കരിങ്കല്ലാണ്. ഇത് വലിയ മാർക്കറ്റാണ്. ഏറ്റവും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഗവേഷകരായ ആളുകൾ പോലും അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് ഈ മേഖലയിലെ കരിങ്കല്ലാണ്. നാളെ രാവിലെ 10 മണിക്ക് മുനിസിപ്പൽ ഓഫീസ് പരിസരത്ത് നിന്നും മാർച്ച് ആരംഭിക്കും. CITU, INTUC, AITUC, STU തുടങ്ങിയ സംഘടനകളുടെ നേതാക്കൾ സമരത്തെ അഭിസംബോധന ചെയ്യും. പത്രസമ്മേളനത്തിൽ INTUC ജനറൽ സെക്രട്ടറി R. നാരായണൻ, AITUC സംസ്ഥാന ട്രഷറർ P. ശിവദാസ്, STU ജില്ലാ ട്രഷറർ VA നാസർ, സംയുക്ത സമരസമിതി കൺവീനർ M. ഹരിദാസ് തുടങ്ങിയവർ പങ്കെടുത്തു.